തുറക്കും തന്നെ കാണിക്കുന്നത് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ തോഷിറോയും അതുപോലെ തന്നെ റാങ്കിക്കും ഫോഴ്സ്ഫുള്ളി സെന്റർ 46ന്റെ അതിൽ കയറി നോക്കുന്ന അവർ കാണുന്നത് സോൾ റിപ്പേഴ്സ് മരിച്ചു കിടക്കുന്നതാണ്. സോ മരിച്ചു കിടക്കുന്ന സോൾ റിപ്പേഴ്സിന്റെ ബ്ലഡ് തൊട്ട് നോക്കുന്ന സമയത്ത് അത് കട്ടിയായിട്ട് കിടക്കുകയാണ്. സോ അവർക്ക് മനസ്സിലാകുകയാണ് മരിച്ചത് ഇന്നലെയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ നേരം തന്നുകൊണ്ടിരുന്ന കമാൻഡില്ല ഫേക്ക് ആയിരുന്നു. റൂക്കിയുടെ എക്സിക്യൂഷൻ നേരത്തെ ആക്കി വെച്ചതും അതുപോലത്തെ എല്ലാ കാര്യങ്ങൾക്ക് ഓർഡർ കൊടുത്തുകൊണ്ടിരുന്നത് ആരാണ്? എല്ലാവരെയും മീറ്റിംഗ് വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. മുഴുവൻ സംഭവത്തിന്റെ പുറകെ ആരാണ്? ഗിൻ ഇച്ചിമാറു നീയാണോ എന്ന് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ വളരെയധികം ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. എന്നാണ് നമ്മൾ കോമാളികളാകുവാണെന്നും നമ്മുടെ തോഷിറോ മനസ്സിൽ വിചാരിക്കുന്നു. തോഷിറോ ഇങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ ഗിൻ ഇച്ചിമാറുവിൻ്റെ ലൂട്ടനൻ്റ് ആയിട്ടുള്ള കിര അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയോട് പറയുകയാണ്, എനിക്കറിയായിരുന്നു നീ ഇവിടെ വരുമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ കിരനെ കാണുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ കിരയാണെങ്കിൽ ക്യാപ്റ്റൻ തോഷിറോൻ്റെ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പുറകെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയും ഓടുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മുടെ കിര പറയുകയാണ്, നീ എന്നെ ഓടി പിടിക്കുന്നോ അതോ മോമോനെ രക്ഷിക്കാൻ പോകുന്നു? ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ എവിടെയാണെന്ന് ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല. ഇത് കേട്ടുതന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ഞെട്ടുന്നുണ്ട്. കാരണം മോമോ രക്ഷപ്പെട്ടെന്നുള്ള കാര്യം കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പ്രോബ്ലംസ് എല്ലാം ഉണ്ടാക്കുന്നതിന് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ചോദിക്കുന്നു, നീ വെറുതെ എന്റെ പുറകെ ഓടി സമയം കളയാതെ. മോമോ ഇപ്പം സെൻട്രൽ 46 വന്നിട്ടുണ്ടായിരിക്കും. അവൾ അവിടെ വന്നിട്ട് അവളൊരു വലിയ അപകടത്തിൽ തന്നെ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്നെ ഫോളോ ചെയ്യുന്നത് നിർത്തിയിട്ട് നീ പറ്റുമെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടി നോക്ക്. സോ ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ വീണ്ടും ഞെട്ടുകയാണ്. സോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ആണെങ്കിൽ റാങ്കിക്യൂവിനോട് ഇവനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ അവിടെ നിന്ന് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കിരയുടെ ഒരു പ്ലാൻ ആയിരുന്നു, നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോനെ ഇവിടെ നിന്ന് അകറ്റാൻ വേണ്ടി. സോ ഇതേ സമയം തന്നെ നമ്മുടെ കിര അവിടെ വെച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ റാങ്കിക്യൂവിനോട് കിര പറയുകയാണ്, സങ്ബത്തു പുറത്തെടുത്തുകൊണ്ടാണ് പറയുന്നത്, ഹേ റാങ്കിക്കു, നിനക്കെൻ്റെ സങ്ബത്തുവിൻ്റെ ശരിക്കുള്ള പവർ അറിയത്തില്ല. അത് ഞാനിപ്പം നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിര അവിടെ കിടന്ന് ചിരിക്കുകയാണ്. നിന്നെ സമ്പത്ത് വെച്ച് വെട്ടാൻ പോകുന്ന സമയത്ത് ഞാൻ നിന്നെ ഒരു ചീസ് പോലെ ആയിരിക്കും വെട്ടാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ നിന്നെ ഞാൻ 2 കഷ്ണമാക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ അവളുടെ സമ്പത്ത് പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്. എന്നാൽ അവൾക്ക് അവളുടെ സമ്പത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന് ഒരുപാടധികം വെയിറ്റ് ഉള്ളതുപോലെയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ റാങ്കിക്കുവിൻ്റെ സമ്പത്തുവിൻ്റെ ഫസ്റ്റ് ഫോം റിലീസ് ചെയ്യുകയാണ്. സോ അന്നേരം തന്നെ അവളുടെ സമ്പത്തു എന്തോ ഒരു പൊടി പോലെയായി മാറുകയാണ്. സോ ഈ പിന്നീട് കാണിക്കുന്നത് 46ലേക്ക് നമ്മുടെ മോമോ എത്തുകയാണ്. വന്ന് നോക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും മഴിച്ചു കിടക്കുന്നു. സോ ഇത് കണ്ടുടനെ തന്നെ അവൾ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. വിചാരിക്കുകയാണ് ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്ന്. സോ അന്നേരം തന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഗിന്നിച്ചിമാറു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഗിന്നിച്ചിമാറുവിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ മോമോ പോവുകയാണ്. നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ തിരിച്ചു വരാൻ പോകുന്ന ക്യാരക്ടറിനെ നിങ്ങൾ ഇപ്പോഴാണ് കാണാൻ വേണ്ടി പോകുന്നത്. മോമോ ഫോളോ ചെയ്ത് ഗിന്നിച്ചിമാറുവിന്റെ പുറകെ പോകുന്നു. നോക്കുന്ന സമയത്ത് മഴിച്ചു പോയ തൻ്റെ ഐസൺ തന്നെ മുന്നിൽ നിൽക്കുന്നു. സോ ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ മോമോയ്ക്ക് ഒരുപാടധികം സന്തോഷമായിട്ട് ഐസനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. സോ മോമോയ്ക്ക് ഒരുപാടധികം സന്തോഷം വരികയാണ് ഐസനെ കണ്ടുടനെ തന്നെ. ഐസനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ മോമോ ആണെങ്കിൽ വിഷമവും സന്തോഷവും എല്ലാം കൂടെ ഒന്നിച്ചു വന്നതുകൊണ്ട് തന്നെ ഐസനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ മോമോ കരയുകയാണ്. അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ഐസൺ മരിച്ചെന്ന് വിചാരിച്ചത് അതൊരു സ്വപ്നമായിരുന്നു. ഇത് നമ്മുടെ മോമോ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഐസൺ ആണെങ്കിൽ അവൻ്റെ സോഡി യൂസ് ചെയ്തിട്ട് മോമോൻ്റെ ഹാർട്ടിലേക്ക് കുത്തി ഇറക്കുകയാണ്. സോ ഇതേ സമയം തന്നെ ഒരുപാടധികം ചോര ഒലിച്ച് നമ്മുടെ മോമോ താഴെ വീഴുകയാണ്. നടക്കാത്തതുപോലെ തന്നെ നമ്മുടെ ഐസണും അതുപോലെ തന്നെ ഗിന്നിച്ചിമാറും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ക്യാപ്റ്റൻ തോഷിറോ വരുന്നത്. ക്യാപ്റ്റൻ ഐസനെ കണ്ടുടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ഒരുപാടധികം ഞെട്ടുന്നുണ്ട്. സോ അതിനെക്കാട്ടി ഞെട്ടുന്നുണ്ട്. കാരണം മോമോനെ ക്യാപ്റ്റൻ ഐസൺ അറ്റാക്ക് ചെയ്ത് ചോരയൊലിച്ച് തറയിൽ കിടക്കുന്നു. സോ ഇതും കൂടെ കാണാൻ നേരത്ത് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നു. അത് മാത്രമല്ല ക്യാപ്റ്റൻ ഐസൺ ഒരു ഡെവിൾ ആണെന്നുള്ള കാര്യവും നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് മനസ്സിലാവുകയാണ്. എന്തുമാത്രം മോമോയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന് അറിയാമായിരുന്നല്ലോ. സോ ആ മോമോനെയാണ് ഇപ്പോൾ ഐസൺ ഒരു ദൈവമില്ലാതെ കുത്തിയിട്ടിരിക്കുന്നത്. നമ്മളെ കണ്ടിട്ട് ദേഷ്യം വന്ന നമ്മുടെ തോഷിറോ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഐസൺ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ സങ്ബത്തുവിൻ്റെ ടെക്നിക്ക് പുറത്തെടുക്കുന്നു. തന്നെ നമ്മുടെ സ്കോട്ട് ഫോറിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഉനഹനെയും അതുപോലെ തന്നെ ലൂട്ടനന്റും അങ്ങോട്ട് വന്നോടനെ തന്നെ ഈ 2 കാര്യവും കണ്ട് ഞെട്ടുകയാണ്. ആദ്യത്തെ കാര്യം ക്യാപ്റ്റൻ ഐസൺ ജീവനോടുണ്ട്. രണ്ടാമത്തെ കാര്യം ക്യാപ്റ്റൻ ഐസണും അതുപോലെ തന്നെ ക്യാപ്റ്റൻ തോഷിറോയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ക്യാപ്റ്റൻ
തോഷിറോ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഐസനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ തോഷിറോനെ ഫ്രീസ് ചെയ്തിട്ട് നമ്മുടെ തോഷിറോനെ അങ്ങ് വെട്ടുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്യാപ്റ്റൻ ഐസൺ എന്തോ ഒരു പവർഫുൾ ആണെന്നുള്ള ഒരു കാര്യം. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഉനഹനയും അതുപോലെ അവൻ്റെ ലൂട്ടനും നിൽക്കുകയാണ്. സോ ഉനഹന വന്നിട്ട് നമ്മുടെ ഐസനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ജീവനോടുള്ളത്? നീ മരിച്ചതല്ലേ? നിന്റെ ബോഡി ഞാൻ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. മരിച്ചതാണെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഇത് കേട്ട ക്യാപ്റ്റൻ ഐസൺ പറയുകയാണ്, നിനക്ക് എൻ്റെ സംബത്തുവിൻ്റെ എബിലിറ്റി എന്താണെന്ന് അറിയാം. എനിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മരിച്ചെന്നുള്ള വ്യാജനെ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചതുപോലെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. ഞാൻ എന്ത് വിചാരിച്ചു അതാണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ അവരോട് പറയും. കേട്ട് നമ്മുടെ ഉനഹനയ്ക്ക് മനസ്സിലാകുകയാണ് ക്യാപ്റ്റൻ ഐസൺ നമ്മളെയും അതുപോലെ തന്നെ ഈ സോൾ സൊസൈറ്റിനെ മുഴുവനായിട്ടും തന്നെ ഹിപ്നോട്ടൈസ് ചെയ്തെന്നുള്ള ഒരു കാര്യം ഇവനെ തടുക്കാൻ ആരെയും കൊണ്ടും സാധിക്കത്തില്ല എന്ന് നമ്മുടെ ഉനഹന പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഐസണും അതുപോലെ തന്നെ ഇച്ചിമാറും ടെലപ്പോർട്ടായിട്ട് നമ്മുടെ റൂക്കിയൻ്റെയും അതുപോലെ തന്നെ റെഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ഉടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ റെഞ്ചിനോട് ചോദിക്കുകയാണ്, ഹേ റെഞ്ചി, നീ അങ്ങനെ റൂക്കിയനെ രക്ഷിച്ചല്ലേ? എനിക്ക് ഈ കാര്യം നേരത്തെ തന്നെ അറിയായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 4-ന്റെ 60ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ആ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാങ്ക ഗ്ലിച്ച് എന്നാണ് ചാനലിന്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ സോളോ ലെവലിങ്ങിന്റെ മാങ്ക എക്സ്പ്ലനേഷന്, പിന്നെ ഡോക്ടർ സ്റ്റോൺ ആനിമിയുടെ എക്സ്പ്ലനേഷന്, സോ 91 ഡേയ്സ്, സോ ഈ ആനിമീസ് ഒക്കെ ഞാൻ അതിനകത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആ ചാനലിനകത്തിലും ഈ ചാനലിനകത്ത് വരുന്നത് പോലെ തന്നെ റെഗുലറായിട്ട് തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ അതിൻ്റെ അതിൽ ആനിമി ന്യൂസസ് അങ്ങനത്തെ കുറേ സംഭവം വരുന്നതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എൻ്റെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സോ ആ ചാനലിനകത്ത് ബ്ലീച്ചിൻ്റെ ഫാക്സിൻ്റെ വീഡിയോസ് അങ്ങനെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഒരുപാടധികം വരുന്നതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഞാൻ ടാഗും ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക. നാളെ മുതൽ ആ ചാനലിനകത്ത് വീഡിയോസ് വന്ന് തുടങ്ങുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സോ ഞാൻ ആ വീഡിയോ നിർത്തുകയാണ്. സോ അടുത്ത ബ്ലീച്ചിൻ്റെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ. പറ്റുമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അടുത്ത എപ്പിസോഡ് ഇടാവേ. ബൈ.